നമസ്കാരം. ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരസഭയുടെ വാർത്തകളാണ് കഴിഞ്ഞ 2 ദിവസമായി വിവിധ ഓൺലൈൻ ചാനലുകളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചാനലുകളെല്ലാം തന്നെ വ്യക്തമായി പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ കുഴപ്പമെന്ന് അവർക്കറിയില്ല. അടിസ്ഥാനപരമായി അവർ അത് പഠിച്ചിട്ടില്ല. 50 വർഷ കഥകൾ പഠിക്കണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മിനക്കെടണം. എന്താണ് കാര്യം? തിരുവനന്തപുരം നഗരസഭയിൽ പണ്ടുകാലത്തിരുന്ന മേയർമാരും ഇപ്പോഴിരുന്ന മേയർമാരും ഇപ്പോൾ നിലവിലെ മേയർമാരും അറിയാനുള്ള ഒരു കഥ ഞാൻ പറയാം. തിരുവനന്തപുരം നഗരസഭയ്ക്ക് ധാരാളം പ്രോപ്പർട്ടികളുണ്ട്, അറിയപ്പെടാത്ത പ്രോപ്പർട്ടികളുണ്ട്. അത് സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. ചിലവ പാർട്ടി നേതാക്കന്മാരുടെ കസ്റ്റഡിയിലാണ്, ചിലവ വൻകിട മുതലാളിമാരുടെ കസ്റ്റഡിയിലാണ്. തിരുവനന്തപുരത്തെ പാർക്കിങ്ങിനെ കുറിച്ച്, ഈ പാർക്കിംഗ് മുഴുവൻ നടത്തുന്നത് ഇവിടുത്തെ ഗുണ്ടാത്തലവന്മാരാണ്, ബിനാമികളെ വച്ചിട്ട്. വ്യക്തമായ തെളിവോടുകൂടിയാണ് പറയുന്നത്. തമ്പാനൂരത്തെ മൾട്ടി ലെവൽ പാർക്കിംഗ് വൻ അഴിമതിയാണ്, അത് അന്വേഷിക്കണം. തൊട്ടടുത്ത് തന്നെ ആര്യ നിവാസ് ഉണ്ട്, അവിടെയും മൾട്ടി ലെവൽ പാർക്കിംഗ് ഉണ്ട്. തുച്ഛമായ സ്ഥലത്ത് കൊള്ളുന്ന വാഹനത്തിന്റെ ഇരട്ടി സ്ഥലമുണ്ട് ഇവിടെയും വളരെ അന്തസ്സായി മൾട്ടി ലെവൽ പാർക്കിംഗ് അറേഞ്ച് ചെയ്യാമായിരുന്നു. അവിടെ വൻകിട കോൺക്രീറ്റ് ബിൽഡിംഗ് കെട്ടി നശിപ്പിച്ചു. അത് നഗരസഭയുടെ പിടിപ്പുകേടാണ്, ഡിസൈനിങ്ങിന്റെ പിടിപ്പുകേടാണ്. വിവിധ സ്ഥലങ്ങളിൽ നഗരസഭയ്ക്ക് സ്ഥലങ്ങളുണ്ട്, കടകളുണ്ട്. ചിലവ ഒഴിഞ്ഞു കിടക്കുന്നു, ചിലവ കൈയടക്കി വെച്ചിരിക്കുന്നു, ചിലവ ഗുണ്ടാ നേതാക്കന്മാർ കൈവശപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് വ്യക്തമായി പറയാൻ സാധിക്കും, ഞങ്ങൾ ഇതിന്റെ പുറകിൽ കുറെ വാർത്തകൾ ചെയ്തിരുന്നു, സഞ്ചരിച്ചിരുന്നു. ഇനിയും പറയാം. തിരുവനന്തപുരം നഗരസഭയ്ക്ക് മിച്ചമുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു പണ്ട് കാലത്തുള്ളതുപോലെ. അത് സംഭവിക്കണമെങ്കിൽ ശക്തമായ ഒരു ഭരണ സംവിധാനം, അഴിമതി രഹിത ഭരണ സംവിധാനം വി രാജേഷും ഭാരതീയ ജനതാ പാർട്ടിയും പ്ലാൻ ചെയ്യണം. ഞങ്ങൾ തുറന്നു പറയാം. അവിടെ കച്ചവട മനസ്ഥിതി വന്നാൽ, കച്ചവടം എന്ന് പറഞ്ഞാൽ നഗരസഭയുടെ സ്ഥലങ്ങളിൽ നിന്നും വാടക ശേഖരിക്കുന്ന കച്ചവടമല്ല, വ്യക്തിപരമായ കച്ചവട മനസ്ഥിതി വന്നാൽ ഇത് പാളിപ്പോകും. തിരുവനന്തപുരം നഗരസഭ പിന്നെ BJPക്ക് തിരിഞ്ഞു നോക്കാൻ സാധിക്കില്ല. ഞങ്ങൾ ഒന്നുകൂടി പറയാം. ഭാരതീയ ജനതാ പാർട്ടി ഈ ഭരണം പിടിച്ചെടുത്തപ്പോൾ ധാരാളം വ്യക്തികൾ ഇതിന്റെ പുറകിൽ ഉണ്ടായിരുന്നു, ധാരാളം ധീര ബലിദാനികൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ധാരാളം പേർ വധിക്കപ്പെട്ടിട്ടുണ്ട്, ഗുരുതരമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, കുടുംബം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ മുഴുവൻ സ്മരിച്ചുകൊണ്ട് വേണം ഈ ഭരണം നടത്താൻ. കോർപ്പറേഷൻ രക്ഷപ്പെടണം, ചവർ സംസ്കരണം സുതാര്യമായിരിക്കണം, അവിടെ രാഷ്ട്രീയം ഇടപെടുത്തരുത്. മുഴുവൻ ശക്തമായ രീതിയിൽ ഭരണം നടത്തി കോർപ്പറേഷന് വരുമാനം ഉണ്ടാക്കാൻ കെട്ടിടത്തിന്റെ നികുതിയിൽ തന്നെ ചില വ്യത്യാസങ്ങളുണ്ട്. ചില നേതാക്കന്മാരുടെ കെട്ടിടത്തിന് നികുതി കുറവാണ്, എന്നാൽ ഒരു സാധാരണക്കാരന്റെ കെട്ടിടത്തിന് നികുതി കൂടുതലാണ്. അവനൊരു ബോർഡ് വെച്ചാൽ പിന്നെ തീർന്നു. ഇത് മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് ആരാധ്യനായ മേയർ ശ്രീ വി രാജേഷ് പ്രവർത്തിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് തിരുവനന്തപുരം നഗരസഭ പിന്നെ തിരിച്ചു കൊടുക്കേണ്ടി വരില്ല എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുന്നു.